വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് കാലമായി ഞാനിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ചാനലിൽ ഇട്ടിട്ട് എൻ്റെ ഒരു ചാനൽ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ചത്ത അവസ്ഥയിലാണ്. യാതൊരു വീഡിയോസും കാര്യങ്ങളും ഇല്ല, അകത്തൊക്കെ ഒരു ഇതിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇനി മുതൽ നമുക്ക് റെഗുലറായിട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കേണ്ട ഇന്നത്തെ വീഡിയോയിലോട്ട്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാനിപ്പോൾ കണ്ടൊരു ട്രെൻഡാണ് കേട്ടോ. ഈ ഒരു +2 കഴിഞ്ഞ കുട്ടികളാണ് കൂടുതലായിട്ട് കാണുന്നത്. +2 കഴിയും, ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് എടുത്ത് +2 കഴിയും, ദെൻ ഏവിയേഷനോടൊക്കെ പ്രത്യേക ഒരു ഏവിയേഷൻ എന്നുള്ളത് നല്ലൊരു ബെസ്റ്റ് കരിയർ തന്നെയാണ്. ഏവിയേഷനിൽ ഇപ്പോൾ നമ്മുടെ ക്യാബിൻ ക്രൂ മാത്രമല്ല, ക്യാബിൻ ക്രൂ ഉണ്ട്, അതേപോലെ ഗ്രൗണ്ട് സ്റ്റാഫ്സ് ഉണ്ട്, അതേപോലെ മെയിൻ എനിക്ക് ഇത് രണ്ടിട്ട് അറിയുള്ളൂ. ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ നാട്ടിൽ എത്ര ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണോ എന്നറിയാൻ പ്രവർത്തിക്കുന്നത്, നമുക്ക് തന്നെ എണ്ണിയാൽ തീരില്ല. അത്രയും അധികം ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, ഈ ഒരു ക്യാബിൻ ക്രൂ അതേപോലെ തന്നെ ഈ ഗ്രൗണ്ട് സ്റ്റാഫ്, ഇതിനൊന്നും കോഴ്സിൻ്റെ ഒരാവശ്യമില്ല, ഒരു കോഴ്സിൻ്റെയും ആവശ്യമില്ല. നിങ്ങളിപ്പോൾ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയും നിങ്ങൾക്കിപ്പോൾ സർട്ടിഫിക്കറ്റ് ഇതാണ് വേണ്ടത്, അയാട്ടയുടെ സർട്ടിഫിക്കറ്റാണ്, ആ സർട്ടിഫിക്കറ്റിനാണ് വാല്യൂ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ വെറും അവർ പറയുന്നത് തട്ടിപ്പാണ്. നിങ്ങളത് വിശ്വസിച്ച് പോയി ലക്ഷങ്ങൾ മുടക്കി ഈ ഒരു സംഭവം പഠിക്കേണ്ട യാതൊരു തരത്തിലുള്ള ആവശ്യമില്ല. കാരണം അപ്പോൾ ഞാനിത് പറയാൻ കാരണം എനിക്ക് ഒരു ക്യാബിൻ ക്രൂ ആവാനാണ് ആഗ്രഹം. എനിക്ക് ഏവിയേഷൻ മേഖലയിലോട്ട് പോകാനാണ് താല്പര്യം. അപ്പം ഞാൻ ഇതിലൂടെ പോയപ്പോൾ, ഞാൻ ഈ ഒരു വഴിയിലൂടെ പോയപ്പോൾ ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളേക്ക് ഒരുപാട് എയർ ഹോസ്റ്റസുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരാണ് എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇൻഡിഗോ ആയിക്കോട്ടെ, വിസ്താര, സ്പൈസ് ജെറ്റ്, ഇവരൊന്നും ഒരു കമ്പനീസും നമ്മുടെ ഒരു സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നില്ല. നിങ്ങൾ ഇന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് എവിടെ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല. മെയിൻ ഇൻ്റർവ്യൂവിന് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ലാംഗ്വേജ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതിപ്പോൾ ഡൊമസ്റ്റിക് ആണെങ്കിൽ ഹിന്ദി മസ്റ്റായിട്ടും വേണം, ഇൻ്റർനാഷണൽ ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം മതി. ഇതാണ് അതിൻ്റെ ഒരു റിക്വയർമെൻറ്റ്. പിന്നെ മെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ അവർ പൈസ കൊടുത്താൽ ആരെയും എടുക്കും, അവർക്ക് പത്രത്തൊന്നുമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏവിയേഷൻ ഒരു സംഭവത്തിലോട്ട് നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റില്ല. അതിനൊരു ഹൈറ്റ് റിക്വയർമെൻറ്റ് ഉണ്ട്, ഇന്ന ഹൈറ്റ് വേണം. എനിക്ക് തോന്നുന്നു ഡൊമസ്റ്റിക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 155 സെൻറ്റിമീറ്റർ. നിങ്ങൾ +2 കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിളിക്കും. ഇന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുകയാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ ഓഫർ ഉണ്ട്, 3 ലക്ഷത്തിൻ്റെ കോഴ്സ് ഇപ്പോൾ ഞങ്ങൾ 2,50,000 തരും, ഞങ്ങൾക്ക് 50,000 ഡിസ്കൗണ്ട് ഉണ്ട്. വെറുതെ പറയാണ്. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശ്വസിക്കരുത്. ഫസ്റ്റ് നിങ്ങൾ അങ്ങനെ പോയി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്കിപ്പോൾ അത്ര ഒരു നാട്ടും പുറത്തു നിന്നൊക്കെ വരുന്ന ഒരാളാണ്, ഇതിൻ്റെ ഗ്രൂമിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ല, നിങ്ങൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു കോഴ്സ് പഠിച്ചേ പറ്റൂ, അങ്ങനെ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകാൻ നേരത്തെങ്കിലും നിങ്ങളൊന്ന് അന്വേഷിക്കുക, ആരാണ് അവിടെ കോഴ്സ് എടുക്കുന്നത്, എത്ര മാസത്തിൻ്റെ കോഴ്സാണ്, സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും നോക്കണ്ട. കാരണം സർട്ടിഫിക്കറ്റിനൊന്നും വലിയൊരു വാല്യൂ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ മെയിൻ നിങ്ങളെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുടെ എക്സ്പീരിയൻസ് നോക്കുക. അവർ ഏവിയേഷനിൽ എത്ര കാലം വർക്ക് ചെയ്തു, ഏത് എയർലൈനിൽ വർക്ക് ചെയ്തു, അവരുടെ ഒരു ക്വാളിറ്റി നിങ്ങൾ എന്തായാലും അഷ്യൂർ ചെയ്യണം. അത് നിങ്ങൾക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ അതിനും ഈ ലക്ഷങ്ങൾ മുടക്കി പഠിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടാന്നേ പറയുള്ളൂ. മാക്സിമം നിങ്ങളൊരു അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഒരു 3 മന്ത് ഇനഫാണ്. ഇപ്പോൾ 3 മന്ത് പോരാന്നുണ്ടെങ്കിൽ ഒരു 6 മന്ത് ആവാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞ ആളാണെന്ന് വിചാരിക്കുക, ഉടനെ തന്നെ നിങ്ങളൊരു ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് എന്തായാലും എടുക്കണം. കാരണം നിങ്ങൾക്കിപ്പോൾ എല്ലാ കാലവും ക്യാബിൻ ക്രൂ ആയിട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. അപ്പോൾ ഒരു ഡിഗ്രി മസ്റ്റാണ്, അത് ഡിസ്റ്റൻസ് ആയിട്ട് എടുത്തേ പറ്റൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 6 മന്ത് നിങ്ങളുടെ ലാംഗ്വേജ്, അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധ കൊടുക്കുക, നല്ലൊരു CV ഉണ്ടാക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇൻ്റർവ്യൂവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിപ്പോൾ നമുക്ക് ഓൺലൈനിൽ തന്നെ ഒരുപാട് അവൈലബിൾ ആണ്. ഒരു 10,000 ഒക്കെ ഒരു ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ ക്ലാസ്സൊക്കെ കിട്ടുന്നതായിരിക്കും. അതിനൊക്കെ ജോയിൻ ചെയ്യുക. അതൊക്കെ നമുക്ക് ഒന്നും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അതുമല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജിന് പ്രോബ്ലം ഉണ്ട്, ഇംഗ്ലീഷ്, ഹിന്ദി, ഇതിനൊക്കെ സെപ്പറേറ്റ് ക്ലാസ്സസ് ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അതൊരു ഏവിയേഷൻ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ ഒന്നും ചിന്തിക്കാതെ ജസ്റ്റ് പോയിട്ട് ഈ ഒരു ലക്ഷങ്ങൾ മുടക്കി ചിലർ ലോണൊക്കെ എടുക്കുന്നുണ്ട്. അതാണ് ഇവരെ ഈ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പറയും, ഞങ്ങൾ ലോണൊക്കെ റെഡിയാക്കി തരും, നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബൊക്കെ ചെയ്ത് ആ ലോൺ ഈസിലി അടക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയും. അപ്പോൾ ഈ +2 കഴിഞ്ഞ ആൾക്കാരാണ് പെട്ടെന്ന് ചാടി കയറി ഒരു തീരുമാനം എടുത്ത് പൈസയും പോയി ജോലി ഇല്ലാതെ നടക്കും. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇപ്പോൾ ആ ഒരു കോഴ്സ് പഠിച്ച് ജോലി ഇല്ലാതെ നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് മെയിൻ കാരണം ഇതാണ്, അതിന് വേണ്ട സ്കില്ലുകളൊന്നും ആയിരിക്കില്ല അവരവിടെ പഠിപ്പിക്കുക. എയർലൈനിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ ആ ഒരു എയർലൈൻ നിങ്ങൾക്കൊരു ട്രെയിനിങ് തരും, ഒരു 6 മന്ത് 3 മന്ത്, അത് മതി. അല്ലാതെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ നമുക്ക് ആ ഒരു ഇതിൽ കാര്യമില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർലൈൻ തന്നെ ട്രെയിനിങ് തരും, അല്ലാതെ വേറെ എക്സ്ട്രാ ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇംഗ്ലീഷ് നല്ല പെർഫെക്റ്റ് ആക്കണം, ഹിന്ദി പെർഫെക്റ്റ് ചെയ്യണം, ഹൈറ്റ്, അതേപോലെ നല്ലൊരു CV, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഈ കാര്യങ്ങളൊക്കെ ഓക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി അറ്റൻഡ് ചെയ്യും. ഇഷ്ടം പോലെ ആൾക്കാർക്ക് അങ്ങനെ ജോബ് കിട്ടിയിട്ടുണ്ട്, അവർ കോഴ്സൊന്നും ചെയ്യാതെ ഡയറക്റ്റ് പോയി അപ്ലൈ ചെയ്ത് ജോബ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക ഒരു കോഴ്സ് എടുക്കുന്നതിന് മുമ്പ്. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ഇനി വേറെ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ.